Good morning. നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 7 എക്സസൈസ് 1.3 അതിൻ്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ 7 ക്വസ്റ്റ്യൻസ് ഉള്ളതിനകത്ത് കേട്ടോ. നമുക്ക് നോക്കാവേ. An elevator descends into a mine shaft at a rate of 60 meter per minute. If the descent starts from 10 meter above the ground level, how long will it take to reach minus 350 meter? ഒരു ഷാഫ്റ്റ് ഡിസെൻഡ് ചെയ്യുകയാണ്. ഇവിടുന്ന് എത്രയാണ് അതിൻ്റെ സ്പീഡ് പറഞ്ഞിട്ടുണ്ട്? 6 മീറ്റർ പെർ മിനിറ്റ്. ഒരു മിനിറ്റിൽ 6 മീറ്റർ ആണ് താഴോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അത് തുടങ്ങുന്നത് 10 മീറ്റർ. ഇത് ഗ്രൗണ്ട് ലെവൽ കണ്ടോ, GL എന്ന് എഴുതിയിരിക്കുന്നത്. ഞാൻ അതിൻ്റെ ഫിഗറായിട്ട് വരച്ചിട്ടിരിക്കുവാണേ. ഈ 0 എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് ലെവലിലാണ്. അവിടുന്ന് തുടങ്ങുന്നത് 10 മീറ്റർ പൊക്കത്തിൽ നിന്നാണ്. ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ഗുഡ് മോർണിംഗ് മക്കളെ. നമ്മൾ എക്സസൈസ് 1.3 ആണ്, ക്വസ്റ്റ്യൻ നമ്പർ 7. അതിൽ നിങ്ങളുടെ ടെക്സ്റ്റിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സസൈസിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. An elevator descends into a mine shaft at a rate of 6 meter per minute. If the descent starts from 10 meter above the ground level, how long will it take to reach minus 350 meter? അതിൻ്റെ ഫിഗറായിട്ട് ഞാൻ വരച്ചിട്ടിട്ടുണ്ട്. ഇത് ഗ്രൗണ്ട് ലെവൽ. അപ്പോൾ ഒരു ഷാഫ്റ്റ് ഡിസെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ 6 മീറ്റർ പെർ മിനിറ്റ്. ഒരു മിനിറ്റിൽ 6 മീറ്റർ അതിങ്ങനെ താഴോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പം അത് അതിൻ്റെ സ്പീഡാണ്. ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക് ടു റീച്ച് മൈനസ് 350 മീറ്റർ? എത്ര സമയം എടുക്കുമെന്നാണ് ചോദിച്ചേക്കുന്നത്. എവിടെ നിന്നാണ്? ഗ്രൗണ്ട് ലെവലിൽ നിന്നും 10 മീറ്റർ ഉയരത്തിൽ നിന്നാണ് അത് വരുന്നത്. അപ്പം ഗ്രൗണ്ട് ലെവലിൽ 0, അവിടുന്ന് 10 മീറ്റർ ഉയരത്തിൽ നിന്ന് അത് താഴോട്ട് വരുവാണ്. അത് വന്ന് എവിടെ വരണം? മൈനസ് 350. അപ്പം നമുക്കറിയാം 0ക്ക് താഴോട്ട് വരുമ്പോൾ മൈനസ് എന്ന് എടുക്കും, 0ക്ക് മേലോട്ടുള്ളതെല്ലാം പ്ലസ് എന്ന് എടുക്കും. അങ്ങനെയല്ലേ നമ്മൾ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് ഇവിടം വരെ വരാൻ, ഈ കാണിച്ചിരിക്കുന്ന പോയിന്റിൽ നിന്ന് ഇവിടം വരെ വരാൻ എത്ര സമയം എടുക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ആദ്യം തന്നെ ആൻസർ എഴുതുമ്പോൾ നമുക്ക് ടൈം അറിയില്ല. അപ്പം ടൈമാണ് ലെറ്റ് ടൈം ഇസ് ഈക്വൽ ടു നമ്മൾ എന്നാന്ന് കൊടുക്കുക? എക്സ് ആണ് കൊടുക്കുക. ടൈം ഇസ് ഈക്വൽ ടു എക്സ്. പിന്നെ നിങ്ങൾ ഫിസിക്സ് പഠിച്ചിട്ടുണ്ട് ഈ ഫോർമുല. സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. പഠിച്ചിട്ടുള്ളതല്ലേ? സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. അപ്പം നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് സ്പീഡും അറിയാം ഡിസ്റ്റൻസും അറിയാം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ടൈമാണ്. അപ്പം ടൈം എന്ന് കണ്ടുപിടിക്കുന്ന ഫോർമുല എന്നാ? ടൈമിനെ എടുക്കുമ്പോഴത്തേക്ക് ടൈമിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. ഇത് നിങ്ങൾ ഓർത്തിരിക്കണം കേട്ടോ. ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ക്രോസ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അതിലേക്കൊന്നും കൂടുതൽ പോകണ്ട. ഈ രണ്ട്, അതായത് നിങ്ങൾക്കിത് ഫിസിക്സിലും ഉപയോഗിക്കണം, മാത്സിൽ. അത് നമ്മൾ ആപ്ലിക്കേഷൻ, അതിൻ്റെയൊക്കെ ആപ്ലിക്കേഷനാണ് മാത്സിൽ വരുന്നത്. അപ്പം സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. അതേപോലെ ഇപ്പം ടൈം കണ്ടുപിടിക്കുന്ന ഫോർമുല എന്നാ? ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. നമുക്കിവിടെ ഡിസ്റ്റൻസും ഉണ്ട്, സ്പീഡ് തന്നിട്ടുണ്ട്. സ്പീഡ് എത്ര തന്നിട്ടുണ്ട്? നമുക്ക് ആ തന്നിരിക്കുന്നതൊക്കെ ഒന്ന് എഴുതിയാലോ? തന്നിരിക്കുന്ന വാല്യൂസ് ഒക്കെ എടുത്തെഴുതാം. അപ്പൊ നമുക്ക് ടൈമാണ് കണ്ടുപിടിക്കേണ്ടത്. എക്സ്. സ്പീഡ് തന്നിട്ടുണ്ട്. എത്രയായിരിക്കും സ്പീഡ് തന്നിരിക്കുന്നത്? 6 മീറ്റർ പെർ മിനിറ്റ് എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഇനി ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണ്ടേ? അപ്പൊ ഡിസ്റ്റൻസ് എത്ര ഉണ്ടായിരിക്കും? എവിടെ നിന്നാണ് വീഴാൻ തുടങ്ങിയിരിക്കുന്നത്? ഈ പോയിന്റിൽ നിന്ന്, ഗ്രൗണ്ട് ലെവലിൽ നിന്ന് 10 മീറ്റർ ഉയരത്തിൽ നിന്ന് അത് താഴോട്ട് വന്ന് മൈനസ് 350 വരെ വരുന്നത്. അപ്പൊ മൊത്തം എത്ര കാണും ഡിസ്റ്റൻസ്? നമുക്കറിയാം ഇവിടെ തൊട്ട് ഇവിടം വരെ 350, ഇവിടുന്ന് ഇവിടം വരെ എത്രയാണ്? 10 ആണ്. അപ്പൊ മൊത്തം എത്ര ഡിസ്റ്റൻസ്? 360 അല്ലേ ഡിസ്റ്റൻസ്? അപ്പൊ ടോട്ടൽ ഡിസ്റ്റൻസ് എത്ര കാണും? 360. ഓക്കെ, ഇവിടുന്ന് ഇവിടം വരെ 10. ഇത് ഇങ്ങോട്ട് നമ്മൾ താഴോട്ട് വരുന്നത് ഡിസ്റ്റൻസ് ആണ്. നമുക്ക് ഗ്രൗണ്ട് ലെവലിന് താഴെ ആയതുകൊണ്ടാണ് നമ്മൾ മൈനസ് എന്ന് എടുത്തതേ ഉള്ളൂ. പക്ഷെ ആ ഡിസ്റ്റൻസ് എത്രയാണ്? 350 ആണ്. അപ്പൊ മൊത്തം ടോട്ടൽ ഡിസ്റ്റൻസ് എത്ര വരും? 360. ടോട്ടൽ ഡിസ്റ്റൻസ് 360. അപ്പോൾ ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ടൈം കണ്ടുപിടിക്കാം. മുമ്പത്തെ പോലെ ടൈം കണ്ടുപിടിക്കുന്ന ഫോർമുല ടൈം ഇസ് ഈക്വൽ ടു എന്താ പറയുക? ടൈമിന്റെ ഫോർമുല ഡിസ്റ്റൻസ് ബൈ ടൈം ഇസ് ഈക്വൽ ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. അപ്പം ബൈ സ്പീഡ് എത്രയാണ്? 6. അപ്പം എത്ര വരും? 6 6 36. 60
മിനിറ്റ് എന്നാണ് വരുന്നത്. 60 മിനിറ്റ്. നമ്മളിവിടെ 6 മിനിറ്റ് ഇട്ട് ചെയ്തതുകൊണ്ട് കിട്ടുന്ന ആൻസർ 60 മിനിറ്റ് ആണ്. 60 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 അവർ. 1 അവർ. അപ്പം ഈ താഴെ ഇവിടെ വരെ -350 വരെ എടുക്കാൻ വേണ്ടി എത്ര ടൈം എടുക്കും അവർ? 1 അവർ. സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. മനസ്സിലായത്? പക്ഷെ ഈ ഫോമുല അറിഞ്ഞിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. ഏത്? ടൈം ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. അപ്പൊ സ്പീഡ് തന്നിട്ടുണ്ട്, ഡിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിക്കണം. ഇവിടുന്ന് അപ്പൊ നമ്മളിങ്ങനെ വരച്ചിട്ട് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറ്റും. ഗ്രൗണ്ട് ലെവൽ അതിന്റെ മേളിൽ 10, അവിടെ താഴോട്ട് 350. അപ്പൊ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? 350 + 10 360 ആയിരിക്കും ടോട്ടൽ ഡിസ്റ്റൻസ്. അല്ലെങ്കിൽ വേറൊരു രീതിയിലും കണ്ടുപിടിക്കാം. അല്ല വേണ്ട, അത് മതി. അത് കൂടുതലായിട്ടില്ലെങ്കിൽ പോയാൽ നിങ്ങൾക്ക് തെറ്റിപ്പോകും. ഇത് തന്നെയായിരിക്കും ഏറ്റവും നല്ലത്. ഓക്കെ, ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 360, ആൻസർ 1 അവർ. 1 അവർ കൊണ്ട് ഇത് എത്തും. മനസ്സിലായാലും മക്കളെ? അപ്പൊ ഈ ഫോമുല ഓർത്തിരിക്കുക. സ്പീഡ് ഇസ് ഈക്വൽ ഡിസ്റ്റൻസ് ബൈ ടൈം, അല്ലെങ്കിൽ ടൈം ഇസ് ഈക്വൽ ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. അപ്പൊ എല്ലാവരും വീഡിയോ കണ്ടിട്ട് തന്നെ ചെയ്ത് നോക്കണം. ഫോമുല അറിയായിരിക്കും നിങ്ങൾക്ക് പഠിച്ച് വെച്ചപ്പോൾ കേൾക്കുമ്പോൾ ഓർക്കും, പെട്ടെന്ന് പഠിച്ച കാര്യമാണ്. പഠിക്കുമ്പോൾ ആദ്യം നിങ്ങൾക്ക് കിട്ടത്തില്ല, മറന്നു പോകും. കുഴപ്പമില്ല, ഇതൊന്ന് കേട്ട് കഴിയുമ്പോൾ മനസ്സിലാക്കുക തന്നെയാണ് അതിൻ്റെ ഫോമുല എന്ന്. അപ്പം അത് വെച്ചത് ചെയ്ത് നോക്കുക, ചെയ്ത് നോക്കണം.